വെച്ചാൽ അത്രമാത്രം ഒരു പെൺകുഞ്ഞിനെ എങ്ങനെ ദ്രോഹിക്കാം, അങ്ങനെയെല്ലാം അതിനെ ദ്രോഹിച്ച്. അത്ഭുതങ്ങളിൽ അത്ഭുതമല്ലേ നമ്മൾ കേട്ടത്. ഒരു പെൺകുഞ്ഞിനെ വിവാഹം കഴിച്ചുകൊണ്ട് പോയിട്ട് അതിന് പച്ചരിയും പഞ്ചസാരയും വെള്ളവും കൊടുത്തിട്ട് അതിനെ വായിലിട്ട് വെള്ളം ഒഴിച്ചു കൊന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലൊക്കെ അപ്പുറമാണ്. വർഷം 6 പിന്നിട്ടെങ്കിലും നമുക്ക് പറയുമ്പോഴൊക്കെ നമ്മുടെ കണ്ണ് നിറയാണ്. ഞങ്ങൾ ആരും അങ്ങോട്ട് അടുക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല. ഇവർ കുഞ്ഞിൻ്റെ മരണത്തിൽ നീതി കിട്ടിയിട്ടുണ്ട്. പക്ഷേ കുഞ്ഞനുഭവിച്ച ആ ദ്രോഹങ്ങൾക്ക് ഈ ശിക്ഷ പോരാ എന്നാണ് ഞങ്ങളുടെ ഒരു മാനസിക നിലപാട്. നല്ല ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ഇതിൻ്റെ പിന്നിൽ ആദ്യം മുതലേ നമ്മുടെ DYSP ഓഫീസിലിരുന്ന ക്രൈം SI ആയിരുന്ന ബാലേന്ദ്രൻ സാറായിരുന്നു ആദ്യ സമയത്ത് ഈ പേപ്പറുകളൊക്കെ നീക്കുന്നത്. അതോടൊപ്പം ഞങ്ങൾക്ക് കിട്ടിയ പ്രോസിക്യൂഷൻ ഞങ്ങളെ എത്ര പറഞ്ഞാലും മതി വരില്ല. സാറിൻ്റെ ഒരു സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം ഏറ്റെടുക്കുന്നത് പോലുള്ള അതിലൊക്കെ അപ്പുറമായിട്ട് സാർ എപ്പോഴും പറയുമായിരുന്നു, എനിക്ക് 2 പെൺകുട്ടികളാണ്, വേറൊരു കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനൊരു സ്ഥിതി വരാൻ പാടില്ല, ഇതൊരു വല്ലാത്ത ക്രൂരതയായിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം നിന്നിട്ട് ഞങ്ങൾക്കുണ്ടായ ആ വലിയൊരു നഷ്ടത്തെ സാറ് അത്രമാത്രം നെഞ്ചിലേറ്റിയാണ് ഈ കേസ് കൈകാര്യം ചെയ്തത്. അതിന് ഒരുപാട് ഞങ്ങൾക്ക് കടപ്പാടുണ്ട് സാറിനോട്. സാറ് മറ്റൊരു പാരിതോഷികങ്ങളും പ്രതീക്ഷിച്ചിട്ടല്ല. കാരണം കുടുംബത്തിൻ്റെ സ്ഥിതി സാറിന് നല്ലതുപോലെ അറിയാവുന്നതാണ്. പാരിതോഷികം ഒന്നും അല്ലായിരുന്നു സാറിൻ്റെ പ്രതിഫലം. പ്രതീക്ഷിച്ച വിധിയാണെന്ന് ചോദിച്ചാൽ കുഞ്ഞിൻ്റെ മരണത്തിൽ ഞങ്ങൾക്ക് നീതി കിട്ടി. പക്ഷേ എങ്കിലും കുഞ്ഞനുഭവിച്ച കുഞ്ഞിനോട് ചെയ്ത ക്രൂരതയ്ക്ക് ഇത് പോരാ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ സങ്കടം. കാരണം വെച്ചാൽ അത്രമാത്രം ഒരു പെൺകുഞ്ഞിനെ എങ്ങനെ ദ്രോഹിക്കാം, അങ്ങനെയെല്ലാം അതിനെ ദ്രോഹിച്ച്. അത്ഭുതങ്ങളിൽ അത്ഭുതമല്ലേ നമ്മൾ കേട്ടത്. ഒരു പെൺകുഞ്ഞിനെ വിവാഹം കഴിച്ചുകൊണ്ട് പോയിട്ട് അതിന് പച്ചരിയും പഞ്ചസാരയും വെള്ളവും കൊടുത്തിട്ട് അതിനെ വായിലിട്ട് വെള്ളം ഒഴിച്ചു കൊന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലൊക്കെ അപ്പുറമാണ്. വർഷം 6 പിന്നിട്ടെങ്കിലും നമുക്ക് പറയുമ്പോഴൊക്കെ നമ്മുടെ കണ്ണ് നിറയാണ്. ഞങ്ങൾ ആരും അങ്ങോട്ട് അടുക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല. ഇവർ പല സന്ദർഭങ്ങളിലും ഞങ്ങൾ ഇവിടെ 2ാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ DYSP കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഞാനും തുഷാരയുടെ അമ്മയും കൂടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ നേരെ ഇല്ല സിംഹക്കൂട്ടിൽ നിന്ന് ചാടി വീഴുന്ന കണക്കാണ് ചന്തു ചാടി വീണിട്ട് ഞങ്ങളെ അടിക്കാൻ വരികയും തെറി വിളിക്കുകയൊക്കെ ചെയ്തിട്ട് കുഞ്ഞിനെ കാണിക്കാതെയൊക്കെ കുഞ്ഞിനെ കൊണ്ടുപോട്ടെന്ന് ചോദിക്കുമ്പോൾ മറ്റൊരു ഭാഷയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ചാപ്പറയ്ക്കും നീണ്ടകരയ്ക്കും ഇടയ്ക്ക് ചെല്ലുമ്പോൾ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വരുന്നു, എൻ്റെ പേരിൽ കേസ് കൊടുത്തു, കൊച്ചിനെ കൊണ്ടുപോകാൻ ബലപ്രയോഗം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് പീഡനങ്ങൾ ഇതിനകത്ത് സഹിച്ചു. അപ്പോൾ നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ നീതി കിട്ടി. പക്ഷേ കുഞ്ഞനുഭവിച്ച ആ ഒരു ഇതിന് ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് പോരാ എന്ന് തന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അഭിപ്രായം.